ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവലാണ്, വെളുത്ത അവിൽ. നിങ്ങൾക്ക് വെളുത്തതോ അല്ല ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് ബാക്കി വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, നമ്മൾ കഴുകിയെടുത്ത വെള്ളം കുറച്ചൊന്നും അവിടെ ഉണ്ടാകും, അത്ര മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇത് സാധാരണ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള റവ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് പുളിപ്പുള്ള തൈര് ഉപയോഗിക്കാണ്ടിരിക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള 1/4 കപ്പ് അളവ് തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ റവയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു റവയെല്ലാം തന്നെ ഈ ഒരു തൈരിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ അവൽ ഞാൻ 10 മിനിറ്റ് നേരത്തോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അവലിപ്പം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഞെരടി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് ആയി കിട്ടേണ്ടത്. ഇനി അഥവാ ആ ഒരു രീതിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെയും തൈരിൻ്റെയും മിക്സാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിവിടെ മുഴുവനായിട്ടും തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പകരം ആ ഒരു റവയുടെയും തൈരിൻ്റെയും ആ ഒരു മിക്സ് ഉപയോഗിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അത് പാകത്തിന് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്ത് വരുമ്പോൾ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരത്തോളം ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. കൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവലൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ കൂട്ടുണ്ടാവേണ്ടത്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണോ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണ തടവി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഒട്ടും ക്രാക്കുകളൊന്നും ഇല്ലാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ തന്നെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പാത്രം ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 7 മുതൽ 10 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 7 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വറവും കൂടെ കഴിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂണോളം എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത എള്ളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പലഹാരം മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒട്ടും എണ്ണ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വറവ് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ മതി. ആ ഒരു ആവിയിൽ വേവിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ഇടാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ മുറിച്ചിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ മസാലയായിട്ട് വേണമെങ്കിൽ മാഗി മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ പെരി പെരി മസാലയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ല കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചേരുവയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. സോസോ ചട്നിയോ ഉപയോഗിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.